വേൾഡിലെ ലാർജസ്റ്റ് ഫീസ് നടക്കുന്ന ആറന്മുള വള്ളസദ്യയിലേക്കാണ്. ഇതാണ് നമ്മുടെ ആറന്മുള ദേശം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പള്ളിയോടത്തെക്കുറിച്ചും ഇവിടുത്തെ വള്ളസദ്യയുടെ കുറിച്ചും നമുക്ക് അവരോട് സംസാരിക്കാം. ഇത് തുടങ്ങുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നാണ്. മധുര മീനാക്ഷി. അപ്പം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ രാജാവിന് മാത്രമേ അകത്ത് കയറി തൊഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാജാവ് കയറി ദേവിയെ തൊഴുമ്പോൾ ദേവിയുടെ മൗക്തികം കാണുന്നില്ല. മൗക്തികം എന്ന് പറഞ്ഞാൽ മുക്കുത്തി. അപ്പോൾ രാജാവ് 30 ദിവസത്തെ അവധി കൊടുത്തു തന്ത്രിക്ക്, ഈ മുക്കുത്തി കൊണ്ട് തരണമെന്ന്. രാജാവ് തന്ത്രി വിഷമിച്ചു പോയി. ഒടുവിൽ രാജാവ് ഓരോ ദിവസം കഴിഞ്ഞവർ ഇവർ ടെൻഷൻ അടിച്ചു. ഒടുവിൽ ദേവി രാജാവിന് ദർശനം നൽകിയിട്ട് പറഞ്ഞു, ദേവിയുടെ മുക്കുത്തി നിർമ്മാല്യം ഇവിടുന്ന കുളത്തിലുണ്ടെന്ന്. അങ്ങനെ നിർമ്മാല്യം ഇവിടുന്ന് കുളം വറ്റിച്ചു. നിർമ്മാല്യം ഇവിടുന്ന് കുളം വറ്റിച്ചു കഴിഞ്ഞപ്പം ആ സാധനം മുക്കുത്തി അതിനകത്തുണ്ട്. അപ്പം ഈ തന്ത്രിയെ വധിക്കാതെ രക്ഷപ്പെട്ടു. അങ്ങനെ തന്ത്രി എന്തായാലും കള്ളനായി, മോട്ടിച്ചില്ലെങ്കിലും കള്ളനായി. അപ്പോൾ ദേവി തന്ത്രിക്ക് ദർശനം നൽകിയിട്ട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ ദേവി ഒരു പ്രകാശമായിട്ട് മുന്നിലും തന്ത്രി പുറകിലുമായിട്ട് ഇങ്ങനെ പോരുക. അവിടുന്ന് വന്ന് നേരെ കുമാരനല്ലൂർ അമ്പലത്തിൽ വരുമായിരുന്നു. കോട്ടയം കുമാരനല്ലൂർ, മനസ്സിലായോ? അന്ന് കുമാരന് അമ്പലം പണിഞ്ഞിട്ടിരിക്കുക പ്രതിഷ്ഠിക്കാൻ. പക്ഷേ ദേവി അങ്ങോട്ട് ചെന്നാൽ കയറുമായിരുന്നു. ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ കുമാരനല്ല ഊര് ദേവിക്ക. അങ്ങനെയാണ് കുമാരനല്ലൂർ അമ്പലം ഉണ്ടായത്. അപ്പം അവിടുന്ന് മധുരയിൽ നിന്ന് വന്ന പോറ്റിമാർ ഈ അമ്പലത്തിൻ്റെ വടക്കേ വശത്ത് ഒരു ഇല്ലത്ത് താമസിക്കുക, ശ്രീ മധുര എന്ന് പറയും. ആ ഇല്ലത്ത് താമസിക്കുക. ആ ഇല്ലത്തു നിന്ന് ഈ കാട്ടൂർ ഇല്ലത്തോട്ട് ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുമായിരുന്നു. അങ്ങനെ കുമാരനല്ലൂർ ഇല്ലവും ഈ കാട്ടൂരുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ കാട്ടൂരില്ലത്തെ പട്ടതിരിമാർ എല്ലാ തിരുവോണ നാളിലും ബ്രാഹ്മണർക്ക് കാല് കഴുകിച്ചൂട്ട് നടത്തുമായിരുന്നു. അപ്പോൾ കാല് കഴുകിച്ചൂട്ട് ഒരു വർഷം ഈ ബ്രാഹ്മണന്മാർ കാല് കഴുകിച്ചൂട്ട് ചെന്നില്ല. അങ്ങനെ ചെല്ലാതിരുന്നതുകൊണ്ട് ഇവരുടെ വ്രതം മുടങ്ങുമല്ലോ എന്നും കണ്ട് പിന്നെ ഈ ഭട്ടതിരി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ഈ ഇല്ലത്ത് ചെന്ന് ഈ ബ്രാഹ്മണനെ തട്ടി വിളിക്കുകയാണ്, എന്തു ബന്ധം ഈ വിധത്തിൽ സന്തപിച്ച് കിടന്നിടാനെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പുറത്തു തൊട്ടി ഈ ബ്രാഹ്മണനെ വിളിച്ചപ്പോൾ നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണ ബാലനാണ്. പെട്ടെന്ന് എണ്ണയെല്ലാം കൂടെ കൊടുത്ത് കുളിക്കാൻ വിട്ടിട്ട് പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. എല്ലാം വന്ന് സദ്യയെല്ലാം കഴിഞ്ഞ് പോകാൻ നേരം പറഞ്ഞു, എല്ലാ വർഷവും ഇതുപോലെ വന്ന് എൻ്റെ വ്രതം പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒത്തവണ്ണം ഒക്കെ ആവാമെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങ് പോന്നു. പിറ്റേ വർഷം പുള്ളിക്ക് ദർശനം നൽകിയിട്ട് പറഞ്ഞു, എനിക്കുള്ള സാധനങ്ങളെല്ലാം തിരുവോണത്തിൻ്റെ തലേ ദിവസം ഇവിടെ കൊണ്ട് തന്നാൽ മതി, ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരുവോണത്തിന് പട്ടതിരി കാട്ടൂരിൽ നിന്ന് സാധനങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരാർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം പിന്നെ കാല് കഴുകിച്ചൂട്ടിന് ആൾക്കാർ ചെല്ലാതിരുന്നപ്പം അവർക്ക് വലിയ ബുദ്ധിമുട്ടായി. വള്ളത്തെ കൊണ്ടുപോകായിരുന്നു തിരിച്ച് കുമാരനല്ലൂർക്ക്. അവിടെ നിന്നാണ് ഇപ്പോഴും തിരുവോണത്തോണിക്കുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു വളവര വെച്ചാൽ വള്ളത്തെ വരത്തില്ലയോ, പട്ടതിരി വരുന്ന കണ്ടില്ലയോ? അവിടുന്ന് വന്ന് കാട്ടൂരി എന്നിട്ട് അവിടുന്നാണ് തിരുവോണത്തിനേക്കുള്ള സാധനം എല്ലാം കൊണ്ടുവരുന്നത്. ഇവിടെ വന്നിട്ട് അവിടുന്ന് കൊണ്ടുവരുന്ന ദീപം ഇവിടുത്തെ വിളക്കും കത്തിക്കും. ഇവിടെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ തിരുവോണത്തിൻ്റെ നാളത്തെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. അങ്ങനെയാണ് തിരുവോണത്തിൻ്റെ ചരിത്രം. പിന്നെ വള്ളസദ്യ എന്ന് പറഞ്ഞാൽ അന്നദാന പ്രഭുവാണ് ഭഗവാൻ. പണ്ട് മുതലേ ഇവിടെ അന്നദാനമുണ്ട് എല്ലാവർക്കും.
അങ്ങനെയാണ് ഈ അന്നദാനം ഉണ്ടായത്. അങ്ങനെ അന്നദാനം ഉണ്ടായി ഇപ്പോൾ ഭയങ്കര ഇതായി 64 കൂട്ടം വരെ വിഭവങ്ങളായി. അങ്ങനെയാണ് തിരുവോണത്തോടെ ചരിത്രം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര വിശദീകരിച്ച് പറഞ്ഞ ചേട്ടൻ്റെ പേരെന്തോ? വേണുഗോപാലകൃഷ്ണപിള്ള, ആറാട്ടുപുഴ പള്ളിയോടക്കരയിലെ മെയിൻ പാട്ടുകാരൻ. അപ്പോൾ നമുക്ക് ആറന്മുള സദ്യയുടെ വിശേഷങ്ങൾ ഇവിടുത്തെ ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ച് നോക്കാം. വള്ളസദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഭവത്തിൻ്റെ സമൃദ്ധിയാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. അതായത് 68, 70, 73 ഐറ്റം വിഭവങ്ങളോളം നമ്മൾ സദ്യയ്ക്ക് വിളമ്പുന്നുണ്ട്. അതായത് ശ്ലോകത്തിൽ കൂടെ ചോദിച്ച് വള്ളത്തിൽ വരുന്ന ആൾക്കാർ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ കൊടുക്കണമാണ്. അങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രം. അതായത് ഭഗവാനാണ് ചോദിക്കുന്നത്, ഭഗവാൻ ചോദിക്കുന്നതെല്ലാം തന്നെ കൊടുക്കണം. അതാണ് അതിൻ്റെ രീതി. എന്ത് ചോദിച്ചാലും ട്രഡീഷണൽ രീതിയുള്ള എന്ത് ഐറ്റങ്ങൾ ചോദിച്ചാലും കൊടുക്കണം. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ശ്ലോകത്തിൽ കൂടെ ആയിരിക്കും ചോദിക്കുന്നത്. ആ ശ്ലോകത്തിൽ കൂടെ ചോദിക്കുമ്പോൾ അറിയാവുന്ന ഒരു പക്ഷെങ്കിൽ ഈ സാധനത്തിൻ്റെ ഈ ഒരു വിഭവത്തിൻ്റെ പേരൊന്നും അല്ലായിരിക്കും ചോദിക്കുന്നത്. ശ്ലോകത്തിൽ കൂടെ വേറെ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കണം. ഒന്നുമില്ലയെന്ന് പറയാൻ നമ്മൾ തയ്യാറാകത്തില്ല. അതാണ് വേറെ ഈ വള്ളസദ്യയുടെ ഏറ്റവും പ്രത്യേകത.
പിന്നെ ഒരു വൺ ഡേ പ്രോഗ്രാമാണ്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ ഉണ്ട് അതിൻ്റെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് വള്ളം തിരിച്ച് കടവിൽ കൊണ്ടുവിട്ടതിന് ശേഷം മാത്രമേ അത് സമാപിക്കത്തുള്ളൂ. ഇപ്പങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയേറ്റങ്ങൾ 5 കാണാം, അച്ചാറുകൾ 5 കാണും, പായസം 5 കാണും, ഒഴികറികൾ 5 കാണും. പിന്നെ നമ്മുടെ ആറന്മുളയിലെ ശ്രേഷ്ഠമായ അത് ആറന്മുളയെ മാത്രമേ കണ്ടുവരുന്ന ആറന്മുള വറുത്തരിശ്ശേരി, അങ്ങനെ ഐറ്റങ്ങൾ. പിന്നെ നമ്മളിവിടെ ചോദിക്കുന്ന വെണ്ണ ചോദിച്ചാൽ വെണ്ണ കൊടുക്കണം, തൈര് ചോദിച്ചാൽ തൈര് ചോദിക്കണം. അതുപോലെ തന്നെ പാളത്തൈര് ചോദിച്ചാൽ പാളെ തന്നെ തൈര് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. എങ്ങനെ ചോദിക്കുന്നു, മങ്കമാരി ചോദിച്ചാൽ മങ്കമാരി കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ വള്ളസദ്യക്ക്. അപ്പോൾ നമ്മൾ വള്ളസദ്യയെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാൽ ചേട്ടൻ്റെ പേരെന്ത്? എൻ്റെ പേര് വിജയൻ നടമംഗലത്ത്. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഉപദേശക സമിതി പ്രസിഡൻ്റാണ്. ചേട്ടാ ഇതിപ്പോൾ എന്താ കാച്ചുന്നത്? ഭഗവാന്റെ ഇഷ്ട വഴിപാട് വഴുതനങ്ങ മെഴുക്കുവരട്ടി, തിരുവാറന്മുളപ്പൻ്റെ ഇഷ്ട വഴിപാട്. അദ്ദേഹം വൈകിട്ട് അത്താട് കൊണ്ടുവന്ന് മെഴുക്കുവരട്ടി വഴുതനങ്ങ മെഴുക്കുവരട്ടി കൂട്ടിയ ഭഗവാൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സാധനം അത്. നല്ലൊരു കൈത്തിരിയിട്ടതിൽ നെയ്നിറച്ച് ചെമ്മേ ചമച്ചു വിലസുന്നൊരു പന്തൽ തന്നിൽ വിളക്കിനെ
മാങ്ങയ്ക്കെതിരൊന്നുമില്ല. കള്ളക്കണ്ണനെന്ന് വിളിച്ചതും ഈ കണ്ണകട്ടതിന് തന്നെ. ഈ നറുവണ്ണ ഇങ്ങനെ എല്ലോളം കയ്യിൽ പുരട്ടി എന്നാൽ എങ്ങനെ രുചി മാറിടും? ഈ നറുവണ്ണ ഒരു കുടത്തിലാക്കി തന്ന ആനന്ദമോടെ പുതിച്ചിടാൻ ഞങ്ങൾ ഇന്ന് സംഗീതം ഗോവിന്ദ ഹരി പുതിയ ശർക്കര പഞ്ചസാര ആലക്കയും വെള്ളം ഉൾപ്പെടെയുണ്ടുകാനോ മനസ്സുള്ള മുന്തിരിങ്ങ സർക്കാരമോട തരുവോർക്കൽ ആൺപൈതരുണ്ടോ? സീതാദേവിയെ കണ്ടുവന്നിച്ച് തങ്കുലിയെ തൃക്കരത്തിൽ കൊടുത്തുടർന്ന കവച്ചോടോടെ തരത്തിൽ വാങ്ങി ഇക്കരയെത്തി ശ്രീരാമനും അർക്കജാതി കവികൾക്കും ദുഃഖമെല്ലാം ഹനുമാൻ സ്വാമിക്ക് അന്നഹാരമായി നൽകിയ വടമാലയെ തിരുവാറന്മുലയപ്പന്റെ തിരുത്തോട്ടത്തിലെ നല്ല ഇളനീർ കഴിക്കേ പപ്പളവും തന്ന ഈ വള്ളസദ്യ ബഹുഗംഗേമെന്ന് 4 അമ്മനേടോ സദ്യയൊക്കെ വന്ന് 4 പേരോട്
അപ്പം നമ്മൾ തിരുവാറന്മുളയപ്പൻ്റെ ഇഷ്ട വഴിപാടായ ആറന്മുള വള്ളസദ്യ കഴിച്ചിരിക്കുകയാണ്.
എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ആറന്മുളയിലെ അതിവിശിഷ്ടമായ വള്ളസദ്യ കഴിച്ച് ആറന്മുള വള്ളസദ്യയുടെ വ്ലോഗ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവരും മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക.